നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ആലോചിച്ച് നിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? അതെ, മനസ്സിലായി. നീ എന്റെ ചങ്കായതുകൊണ്ട് നീ എന്തെങ്കിലും മറച്ചു പിടിക്കാൻ ശ്രമിച്ച ആ നിമിഷം ഞാനത് കണ്ടുപിടിക്കും. നിനക്കൊരു ബ്രോക്കർ കമ്മീഷൻ വേണം. അതെങ്ങനെ ചോദിക്കുന്നല്ല നിന്റെ പേടി. നിന്നെ സമ്മതിക്കണം ഹരീഷ്ണ. ഞാൻ ചിന്തിച്ചത് നീ കണ്ടുപിടിച്ചു. നീ ഒരു ജീനിയസാ. നോർമൽ ബ്രോക്കർമാർ എന്താ ചെയ്യുക? ഒരു മാസത്തെ വാടക ബ്രോക്കറേജ് ചോദിക്കും. പക്ഷെ ഞാൻ ചോദിക്കില്ല. കാരണം നീ എന്റെ കൂട്ടുകാരനാ. പിന്നെ നിന്റെ ഒരു സമാധാനത്തിന് അരമാസത്തെ വാടക കമ്മീഷനായി തന്നേക്ക്. ഓ, കറക്റ്റ്. ഇത്രയും നീ ചോദിക്കുന്നതന്നെ ഞാനും പ്രതീക്ഷിച്ചത്. നോക്ക്, എന്റെ വീട്ടുകാരൊക്കെ എന്നെ മനസ്സിലാക്കിയതിന്റെ 100 മടങ്ങ് നീ എന്നെ മനസ്സിലാക്കി. എന്റെ കണ്ണു നിറയുന്നടാ. ഈശ്വരൻ എനിക്ക് തന്ന നിധിയാടാ നീ. 1 മാസത്തെ വാടക വരെ കമ്മീഷനെ ഈ കല്യാണ ചിലവിനിടെ വേണ്ട, അരമാസത്തെ മതിയെന്ന് നീ തീരുമാനിച്ചില്ലേ? ഗ്രേറ്റ്. അങ്ങനെ വെറും അരമാസത്തെ വാടക തന്ന് നിന്നെ അപമാനിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും അബി? ഞാൻ 1 മാസത്തെ വാടക തന്നെ തരും. സത്യം തരും. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ആലോചിച്ച് നീ അത് നിരസിക്കും. അരമാസത്തെ വാടകയായിട്ട് എങ്ങനെ അത് കൊടുക്കാന്ന് ആലോചിച്ച് ഞാനും അത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ നിനക്കൊരു മാസത്തെ വാടക ബ്രോക്കറേജ് ചോദിക്കേണ്ടി വരില്ല, എനിക്ക് അരമാസത്തെ വാടക തരേണ്ടി വരില്ല. ഇതാണ് അഭിലാഷേ ശരിയായ സൗഹൃദം. ഇനി ഞാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ആതിരെ വിളിച്ച് ഈ വില്ലൊന്ന് കാണിക്കണം. നല്ല കാര്യങ്ങള് ഒരിക്കലും നീട്ടിവെക്കരുത്. അതുകൊണ്ട് ഇപ്പോഴേ വിളിച്ചേക്കാം. ഇപ്പോഴോ? ഞാനുള്ളപ്പോഴോ? ആതിരെ വരുമ്പോ നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് മുങ്ങിക്കോ. അതുപോലെ കല്യാണത്തിന് ശേഷമേ പ്രശ്നം തുടങ്ങുമെന്ന് ആശ്വസിച്ച എനിക്ക് തെറ്റി. അതിപ്പോ തുടങ്ങും, ഈ നിമിഷം. എന്താ ചേട്ടാ? ആതിരെ എവിടെ? ഞാനേ കത്ത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കൊടുത്തു കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എന്താ കാര്യം? ഒരിടത്തേക്ക് ആതിരെ കൂട്ടിക്കൊണ്ടു പോണോന്ന് കരുതി വിളിച്ചതാ. അതേതാ ഒരിടം? അതൊക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ വരാനാ ചേട്ടാ? 6-7 വീടുകളിൽ കത്ത് കൊടുക്കാന്നും പറഞ്ഞ് പ്ലാൻ ഇട്ട് ഇറങ്ങിയതാ. അതൊന്നും മാറ്റാൻ പറ്റില്ലേ? പിന്നേക്ക് മാറ്റിവെച്ചാ അത് കുന്നുപോലെ കൂടും. ഒരു കാര്യം ചെയ്യാം, നാളെ പോവാം. നാളെയോ? ആ, നാളെ. എന്താ, നാളെ എന്നൊരു ദിവസം ഉണ്ടാവില്ലേ? ദിവസമൊക്കെ ഉണ്ടാവും. എന്നാലും ഇന്ന് തന്നെ കാണിച്ചു തരണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നേ. ഒരു കാര്യം ചെയ്യ്, കത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിക്ക, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അതെങ്ങനെയാ ചേട്ടാ? കത്ത് കൊടുത്ത് തീർക്കണ്ടേ? അപ്പോ നാളെ പറ്റൂല്ലേ? അതേ പറ്റൂ. നാളെ ആവാം. നാളെ എവിടേക്കാ പോകുന്നത്? അത് പറഞ്ഞില്ലല്ലോ. അത് സർപ്രൈസ്. ഓക്കെ, ആ സർപ്രൈസിന് വേണ്ടി ഞാൻ നാളെ വരെ വെയിറ്റ് ചെയ്തോളാം. ശരി. എന്താ ആതിര വരുന്നില്ലേ? ഇല്ല, അവള് ബിസിയാടാ. നാളെ വരാന്ന്. അപ്പൊ ഭൂകമ്പം നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഇറങ്ങും മാഡം. ഓ സോറി, മാഡം ഒന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് മറന്നുപോയി. ഇറങ്ങും മോളെ. ഏതോ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? സർപ്രൈസ് ഉള്ളത് ഇവിടെ തന്നെയാ. ഇവിടെ ആരാ? കാണിക്കാം, വാ. ഇവിടെ ഇപ്പൊ എന്ത് സർപ്രൈസ് ആണാവോ? ബെല്ലടിക്കാ ഹരിച്ചേട്ടാ? വല്ലവരുടെയും വീട്ടിലേക്ക് ചുമ്മാ അങ്ങ് കയറി ചെല്ലാണോ? സർപ്രൈസ്. വാ. വലതുകല വെച്ച് കേറ്. കേറ്. സർപ്രൈസ് സർപ്രൈസ് ഹരിച്ചേട്ടൻ കൊറേ തവണ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് തന്നെ സർപ്രൈസ്. എന്നുവെച്ചാ ഒന്ന് തെളിച്ചു പറ ചേട്ടാ. ഇതാണ് നമ്മുടെ മായാമന്ദിരം. കല്യാണത്തിന് ശേഷം നമ്മുടെ സ്വർഗം. നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്.
നീ വന്നതിന് ശേഷം വേണം ഈ സ്വർഗലോകത്തിന് ജീവൻ കൊടുക്കാൻ. ഈ വീടിന്റെ ഗൃഹനാഥ നീയാവണം. ഇവിടുത്തെ സർവ്വത നിയന്ത്രിക്കുന്നതും നീയാവണം. അതാ എന്റെ മോഹം. ആ മോഹം നീ സാധിച്ചു തരണം. കല്യാണശേഷം നമ്മുടെ രണ്ട് കുടുംബവും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാൻ ഇപ്പോഴേ ഒരു വില്ല കണ്ടുവച്ചു ഹരിച്ചേട്ടൻ. കൊള്ളാം ഹരിച്ചേട്ടാ, എനിക്ക് വളരെ ഇഷ്ടമായി ഈ സർപ്രൈസ്. വാ. ഇതാണ് നമ്മുടെ അടുക്കള. നിന്റെ പരീക്ഷണ വിഭവങ്ങൾ സദാ ജന്മമെടുക്കുന്ന സ്ഥലം. വാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നമുക്ക് ഉറങ്ങാം, ഉറങ്ങാതെ കിടക്കാം. ഉറക്കം വരാത്ത രാത്രികളിൽ നേരം വെളുക്കുവോളം മതി മതി, കൂടുതൽ വിസ്തരിക്കണ്ട. നേരം വെളുക്കുവോളം പുസ്തകം വായിച്ചിരിക്കാന്നാണ് ഞാൻ പറയാൻ വന്നത്. ഓ അത് ശരി. ഇതുപോലത്തെ 2 ബെഡ്റൂമുകൾ കൂടി ഉണ്ട്. തിങ്കൾ ബുധൻ വെള്ളി ഒരു ബെഡ്റൂം, ചൊവ്വ വ്യാഴം ശനി അടുത്ത റൂം, ഞായറാഴ്ച മുഴുവൻ അതിന്റെ അടുത്ത റൂം. ഇങ്ങനെ ഓരോ റൂമിലും കിടക്കാന്ന അഭിലാഷ് പറഞ്ഞ. എല്ലാം നമ്മൾ തന്നെ ഉപയോഗിച്ചാ മറ്റുള്ളവർ എവിടെ കിടക്കും? ഏത് മറ്റുള്ളവര്? ഓ അത് ശരി, കൊള്ളാം. നീ മുന്നിലേക്ക് കാണുന്നു അല്ലേ? കുട്ടികള്, നമ്മുടെ കുട്ടികള് അല്ലേ? കുറുമ്പി. ഇതിപ്പോ കുറുമ്പ് പറഞ്ഞ ചേട്ടനാ. നടക്ക്, ബാക്കി റൂമൂടെ കണ്ടേ. വീട് ശരിക്കും ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഗംഭീരായിട്ടുണ്ട് ചേട്ടാ. വീട് വിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന കാര്യത്തില് എന്നെക്കാൾ ഉത്സാഹം ഇപ്പൊ ആദരിക്കാണല്ലോ. മുത്തശ്ശി, അങ്കിള്, ഗോപിക, അനു, അനഘ, ഗോകുല്, എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുമോ ഇവിടെ? അതിന് സമയമാകുമ്പോ ഒരു പക്ഷേ മറ്റൊരു സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഹരിച്ചേട്ടൻ വരും. ആ, ഞാനിവിടുന്ന് പറഞ്ഞ വല്ലതും കേട്ടോ ഹരിച്ചേട്ടാ? ഓ കേട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞിരിക്കുന്ന സാധ്യത? നമുക്ക് കാലാകാലം തനിച്ചിവിടെ അങ്ങ് കൂടാനായിരിക്കും. അല്ലാതെന്താ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. നിന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം തന്നെയാ നിന്റെ ഇഷ്ടം. അതിലിനി കൂടുതൽ എന്ത് പറയാനിരിക്കുന്നു? നിനക്ക് സന്തോഷായല്ലോ അല്ലേ? എന്താ സംശയം? വളരെ വളരെ സന്തോഷായി. സത്യത്തിൽ ഇത്രയും വലിയൊരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആതിരയുടെ സന്തോഷം കാണുമ്പോ ഞാൻ എന്തൊക്കെയോ നേടിയതുപോലെ, ഏതോ സ്വപ്നലോകത്ത് നിൽക്കുന്ന പോലൊരു തോന്നല്. എനിക്കും